നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരോഗ്യരംഗത്തിൽ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ് മഴക്കാല രോഗങ്ങൾ എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. ഇന്ന് എന്തൊക്കെ പ്രതിവിധികളിലൂടെ നമുക്ക് പകർച്ചവ്യാധികളെ തടയാം, വീട്ടിൽ നമ്മുടെ ദിനചര്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ഇതെല്ലാമാണ് ഇന്ന് ആരോഗ്യരംഗത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെമ്മന്തിട്ട പുനർജനി ആയുർ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നയന രാജാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, കഴിഞ്ഞ ആഴ്ചന്റെ ഒരു ഫോളോ അപ്പ് ആണ് അല്ലെ ഈ ഒരു ആഴ്ച? കാരണം കഴിഞ്ഞ ആഴ്ച നമുക്കുള്ള ഒരുപാട് പകർച്ചവ്യാധികളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അതേ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടെ ജീവിത രീതികൾ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലുള്ള രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും ചെറുത്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ മിക്ക ആളുകളും എല്ലാവരും തിരക്കാണെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കാര്യങ്ങളിലും അല്ലെങ്കിൽ ജീവിത രീതിയിൽ യാതൊരു രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താതെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാത്രം ജീവിക്കുക എന്നുള്ള ഒരു രീതിയിലായി മാറിയിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങളുടെ എണ്ണവും വളരെ കൂടുതലാണ്. നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല തരത്തിലുള്ള അസുഖങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അമീബിക് ഡിസെൻട്രി ഒക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ഈ ഒരു അസുഖം കേട്ടിട്ട് പോലും ഇല്ല. മേ ബി ഉണ്ടായിരുന്നിരിക്കാം, ഡയഗ്നോസ് ചെയ്യാത്തതായിരിക്കാം. എന്നിരുന്നാൽ കൂടി നമുക്ക് നമ്മുടെ പ്രതിരോധ ശക്തി വലിയൊരു ഭാഗം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ ആയുർവേദത്തിലെ ദിനചര്യയും ഋതുചര്യയും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ദിനചര്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു സമയത്തും നമ്മൾ ഒരു ദിവസത്തിൽ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വ്യക്തമായിട്ട് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഋതുചര്യ, നമ്മൾ 6 സീസൺസ് പറയുന്നുണ്ട്. ഓരോ സമയത്തും നമ്മൾ കഴിക്കേണ്ട ആഹാരം മുതൽ കുടിക്കേണ്ട വെള്ളം വരെ അതിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായി ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് അവരുടെ രോഗപ്രതിരോധ ശക്തി കൃത്യമായിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ ഒരു രീതിയിലുള്ള അസുഖങ്ങളെയും അവരെ ബാധിക്കില്ല. അല്ലെങ്കിൽ എന്തൊരു രീതിയിലുള്ള കാലാവസ്ഥ വന്നാലും പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ ഇപ്പോഴും പിന്തുടരേണ്ടത്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ മഴക്കാലാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് പൊതുവെ നമുക്ക് വാതജന്യമായിട്ടുള്ള രോഗങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ദഹനേന്ദ്രിയം വളരെ അതിന്റെ ആ ഒരു ബലം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ആഹാര വിഹാരങ്ങളും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇത് നല്ല രീതിയിൽ കുറയ്ക്കാനായി സാധിക്കും. ഇതോടൊപ്പം നമുക്കറിയാം പകർച്ചവ്യാധികളും ഇതോടൊപ്പം തന്നെയുണ്ട്. ഈ പകർച്ചവ്യാധികൾ നമുക്ക് അത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നുള്ള കാര്യം കൂടി, നമ്മൾ അസുഖം വന്ന് ശരി അസുഖം ആകട്ടെ എന്നിട്ട് ചികിത്സിക്കാം എന്നുള്ളതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടും അത് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കുക തന്നെയാണ്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ആഹാരം വിഹാരങ്ങൾ, അതിൽ നമ്മൾ കുടിക്കേണ്ട വെള്ളം തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ആളുകൾ ഇപ്പോഴും നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുക. അപ്പൊ വെള്ളം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മിക്ക ആരും തിളപ്പിക്കൊന്നുമില്ല. അത് പൈപ്പിലുള്ള വെള്ളം തന്നെ അല്ലെങ്കിൽ കിണറ്റുനിന്ന് കോരിയത് അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ള ഒരു രീതിയാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ അമിതമായി തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതിൽ ബേസിക് ആയിട്ടൊരു കാര്യം, നമുക്ക് യൂഷ്വലി ചില ആളുകൾ ഓൾറെഡി കഫപ്രകൃതിയുള്ള ആളുകളായിരിക്കും. മിക്ക ആളുകളും ഇങ്ങനെ ചുമച്ചിട്ടായിരിക്കും വരിക, എന്നാൽ പോലും അവരുടെ ഒരു ശീലമാണ് തണുത്ത വെള്ളം എടുത്ത് കുടിച്ചാലാണ് അവർക്ക് ഒരു സമാധാനം മാറുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ദാഹം മാറില്ല എന്നുള്ള ഒരു ഭാവമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓൾറെഡി അവർക്ക് കഫപ്രകൃതിയാണ്. അപ്പൊ അതിൽ തന്നെ പിന്നെയും കഫം കോപിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല, തിളപ്പിച്ചാറിയ വെള്ളം, ഈവൻ നമ്മുടെ കിണറ്റിലെ വെള്ളം ആണെങ്കിൽ പോലും നമുക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മഴക്കാലാണ്, നമുക്ക് പരിസരത്തുള്ള പല ഭാഗങ്ങളിലുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് എത്തുന്നുണ്ടാവാം. മലിനജലം ഒരുപാട് വരുന്ന ഒരു സമയമാണ്. നമ്മൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കിണർ പണിയുന്നതാണെങ്കിൽ അതിനടക്കം നമുക്ക് ഇന്ന ഭാഗത്ത് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമായിട്ട് ഇത്ര അടി വ്യത്യാസം വേണം. അപ്പൊ നമുക്ക് സ്ഥലം തന്നെ ഇല്ല. അപ്പൊ ഉള്ളതിൽ നമ്മളെല്ലാം കൂടിയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കിണറ്റിലുള്ള വെള്ളമാണ്, അപ്പൊ നല്ല ശുദ്ധജലമായിരിക്കും എന്ന് കരുതി നമ്മൾ അങ്ങനെ തിളപ്പിക്കാതെ കുടിക്കരുത് ഒരു കാരണവശാലും. അത് പല രീതിയിലുള്ള മഞ്ഞപ്പിത്തം പോലുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ വെള്ളം തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അത് ആറിയതിനു ശേഷം ഉപയോഗിക്കുക എന്നുള്ള ഒരു രീതി നമ്മൾ തീർച്ചയായിട്ടും പിന്തുടരേണ്ടതുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പറഞ്ഞ പോലെ തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഇട്ട് തിളപ്പിക്കാവുന്ന ഈ ഒരു കാലാവസ്ഥയിൽ ചെയ്യാവുന്നതാണ്. ചുക്കും മല്ലിയൊക്കെ നമുക്ക്
ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷഡംഗത്തിന്റെ ചൂർണം നമുക്ക് കഷായ ചൂർണം വാങ്ങാൻ കിട്ടും. അപ്പൊ ഈ ഷഡംഗം എന്ന് പറയുന്നത് നമുക്ക് ഇതിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു കോപങ്ങളെയൊക്കെ കൃത്യമായി ശമിപ്പിക്കുകയും നമുക്ക് ആ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാനും. യൂഷ്വലി ഒരു ചെറിയ പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷഡംഗം ഇട്ടിട്ടുള്ള വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ റിലീഫ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഡോക്ടർ, ചുരുങ്ങിയതിപ്പോ ഇതുപോലുള്ള ഔഷധങ്ങൾ ഇട്ടില്ലെങ്കിലും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനെങ്കിലും ശ്രദ്ധിക്കണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കിണറ്റിലെ വെള്ളം ആകുമ്പോൾ ആരും അങ്ങനെ ഒരു വലിയൊരു ശ്രദ്ധ കൊടുക്കില്ല, നല്ല വെള്ളമാണല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. നമ്മുടെ പല സ്ഥലത്തും വാട്ടർ ടെസ്റ്റിംഗ് ആയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ട്. ജസ്റ്റ് നമ്മുടെ വെള്ളം ഒന്ന് ഉപയോഗിച്ച് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു എന്തൊക്കെ രീതിയിൽ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചിലത് നമ്മൾ കിണറിൽ വെള്ളം നോക്കുകയാണെങ്കിൽ അതിൽ അയൺ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. പല റീസൺസും ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ അയണിന്റെ കണ്ടന്റ് ഒരു പരിധിയേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരിക്കാവുന്ന മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ള ഒരു രീതി തീർച്ചയായിട്ടും പിന്തുടരാം. പണ്ടത്തെ കാലം ഡോക്ടർ, അതുപോലെ നമ്മൾ കഴിഞ്ഞ തവണ പനിയുടെ കാര്യം പറഞ്ഞു. വൈറൽ ഫീവർ ഉണ്ട്, പലതരത്തിലെ പനിയുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ പറയാറുണ്ട് ഒരു പനി വന്നാൽ ഒന്ന് പനിച്ചു പൊക്കോട്ടെ, കാരണം അത് ശരീരത്തിന് ഒന്ന് നല്ലതാണ് എന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പനി വരുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പൊ വൈറൽ ഫീവർ ഒക്കെ ആണെങ്കിൽ അത് നമ്മൾക്ക് ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞാൽ ആ പനി നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പൊ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിക്കൈ കൊണ്ട് നമുക്ക് ഈ ഒരു പനിയിൽ നിന്ന് റിലീഫ് കിട്ടാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ഈ വൈറൽ പനി പോലെ നമ്മൾ ഏത് തരത്തിലും ആയുർവേദത്തിലെ ഒരു ജ്വര ചികിത്സ എന്ന് പറയുന്നത് തന്നെ വലിയൊരു അധ്യായമാണ്. നമുക്ക് ഈ ഒരു ജ്വര ചികിത്സ അറിഞ്ഞാൽ തന്നെ എല്ലാ രോഗത്തെയും ചികിത്സിക്കാം എന്നുള്ളതാണ് പറയുക. കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് പല രോഗങ്ങളുടെയും ഒരു ലക്ഷണം തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പനി എന്ന് വേണമെങ്കിൽ പറയാം. പനി യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രതിരോധ വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ലക്ഷണമാണ്. ഏത് തരത്തിലുള്ള ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെ എതിർക്കുന്നതിന് സമയത്ത് നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രതിപ്രവർത്തനം എന്ന നിലയിലാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത്. ഇതാണ് യൂഷ്വലി ഒരു പനിയുടേത്. നമുക്ക് ഒരിക്കലും പനി ഒരു അസുഖമായിട്ടല്ല, ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കാറുള്ളത്. പക്ഷെ ഈ പറയുന്ന പോലെ യൂഷ്വലി നമുക്ക് പനിക്ക് ആദ്യം പറയാം നമുക്ക് ഒരു 3 ദിവസം നമ്മൾ നല്ലൊരു വിശ്രമം എടുക്കുക എന്നുള്ളതാണ് ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ജ്വരാദി ലംഘനം പ്രോക്തം എന്ന് പറയും. അതായത് ജ്വരം അതായത് പനി തുടങ്ങുന്ന സമയത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലംഘനം, ഫാസ്റ്റിംഗ്, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയുക ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ. മിക്ക ആളുകളും പനി നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഒരു പനിയുടെ ഒരു തുടക്കം കണ്ടാൽ മിക്ക ആളുകൾക്ക് അത് മനസ്സിലാവുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ആരും അതിന്റെ കാര്യമാക്കാറില്ല. കാരണം പനിക്കൊന്നും ഇല്ലല്ലോ, കൂടി പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഡോളോ എടുത്ത് കഴിക്കുക, അതങ്ങനെ സബ്സൈഡ് ചെയ്യുക എന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും നമ്മൾ ഒരു ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യില്ല. നേരെ എന്താ ചെയ്യുക, നമുക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് വാങ്ങി കഴിക്കും. അപ്പോഴേക്കും പിന്നെയും ഈ ഒരു ജ്വരത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പനിയുടെ തീവ്രത 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നല്ല ശക്തിയായിട്ട് നമ്മൾ പനിക്കാൻ തുടങ്ങും. അപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് വിശ്രമം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മിക്ക ആർക്കും വീട്ടിലിരിക്കാനൊന്നും സാധിക്കുന്നുണ്ടാവില്ല. കാരണം എല്ലാവരും ബിസിയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക സമയനഷ്ടം എന്ന് വിചാരിക്കുന്നവരാണ് ഇന്ന് കൂടുതൽ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്രമം എന്തായാലും തീർച്ചയായിട്ടും അത് വേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഷഡംഗം വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ വളരെ ലഘുവാണ്, എളുപ്പത്തിൽ ദഹിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി അതുപോലെ തന്നെ ആഹാരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പനിക്ക് മാത്രമല്ല, ജനറലി നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് ഈ എണ്ണമഴുക്കുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ മസാലകൾ അധികം ചേർന്നതൊക്കെ നമ്മൾ പാടെ ഒഴിവാക്കുക. അപ്പൊ അതൊരു പരിധി വരെ നമ്മുടെ ആ ഒരു ദഹന വ്യവസ്ഥ കൃത്യമാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള പനി വരില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിലെന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് ഇത്തരത്തിൽ ശരീരം പ്രതികരിക്കാൻ നമ്മുടെ പ്രകൃതി നമ്മളോട് പിണങ്ങിയിരിക്കുന്ന പോലെ തന്നെ പലപ്പോഴും നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങള് നമ്മൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളുടെയും പ്രതിപ്രവർത്തനമാണ് എന്നുള്ളതാണ് നമ്മൾ പറയാം. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം, നമുക്ക് നമ്മുടെ സമ്പത്ത് തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നില്ല. പക്ഷെ ആരും അങ്ങനെ ഒരു അതുണ്ടെന്നുള്ള രീതിയിൽ പോലും ആരും ശ്രദ്ധിക്കുന്നതായിട്ട് കാണാറില്ല. എല്ലാവർക്കും അവരുടെ നാവിന് ഇഷ്ടപ്പെട്ടത് കഴിക്കുന്നു, വയറിന് ഇഷ്ടപ്പെട്ടത് കഴിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും അത് കൃത്യമായിട്ടുള്ള ഒരു നമ്മുടെ സീസൺ എന്താണെന്ന് മനസ്സിലാക്കിയോ അല്ലെങ്കിൽ നമ്മൾ ഏത് കാലാവസ്ഥയിലാണ് നിൽക്കുന്നതെന്നൊന്നും മനസ്സിലാക്കിയിട്ടും ആരൊന്നും
ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ല തീവ്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈവൻ നമ്മളൊരു പൊടിയേരിക്കഞ്ഞി പോലും ഇപ്പൊ മിക്ക ആളുകളും അങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നതായിട്ട് കാണാറില്ല അവർക്ക്. അപ്പൊ എന്താണ് കഴിക്കാൻ തോന്നുന്നത് അത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ ലഘുവായിട്ടുള്ള ആഹാരം ഈ ഒരു സമയത്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ല, നമ്മൾ പനിയോടൊപ്പം തന്നെ വയറിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ട്, നമുക്ക് ദഹിക്കുന്നില്ല, ശരിക്കും ഭക്ഷണം ദഹിക്കുന്നില്ല, എന്ത് കഴിച്ചാലും അതേപോലെ തന്നെ കിടക്കുകയാണ്, അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുമ്പോൾ, പൊടിയേരി കഞ്ഞി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളൊരു ചെറിയൊരു കഷ്ണം ചുക്ക് ചതച്ചിട്ടിട്ടുള്ള കഞ്ഞി, പൊടിയേരി കഞ്ഞി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ ആ ദഹനമൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആക്കുന്നതിനും, അത് അങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു പനിയുടെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് പനിയുടെ തന്നെ പല ഭാഗങ്ങളുണ്ട്. സംപ്രാപ്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഇതുണ്ട്. അതിൽ തുടക്കത്തിൽ തന്നെ അതിനെ അവിടെ നിന്ന് നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഈ ചെറിയൊരു കാര്യം നമ്മളെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചില ആളുകൾക്ക് പനിയോടനുബന്ധിച്ച് വയറിളക്കം ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കഞ്ഞി, പൊടിയേരി കഞ്ഞി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ മാതളത്തിന് തൊണ്ട്, ഉണക്കിയ തൊണ്ട്, അതുകൂടി ചേർത്തിട്ട് ഈ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വയറിളക്കം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ ഒരു പനി എന്ന് പറയുന്നത് നമുക്ക് പല തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ അതിൽ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു 3 ദിവസം വരെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഏതെങ്കിലും അടുത്തുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വളരെ മൈൽഡായിട്ടുള്ള മെഡിക്കേഷൻസ്, ആയുർവേദം തന്നെ ഔഷധങ്ങൾ നമുക്ക് സേവിച്ചുകൊണ്ട് നമുക്ക് നല്ല കൺട്രോളിൽ ആക്കാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ വൈറൽ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കാറുണ്ട്. അതല്ല, 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ലക്ഷണങ്ങളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് ആ ഒരു തീവ്രത അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്, നമുക്ക് ഭയങ്കര അമിതമായ ക്ഷീണത്തിലേക്കൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് തരത്തിലുള്ള പനിയാണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഡയഗ്നോസിസ് ടെസ്റ്റുകൾ അവിടെ ചെയ്യാറുണ്ട്. ഒരു കാരണവശാലും നമ്മൾ അപ്പോഴും ശരി എനിക്ക് കുഴപ്പമില്ല, നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കാം എന്ന് ഒരിക്കലും പറയരുത്. നമ്മളത് അടുത്തൊരു സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അവിടെ അനിവാര്യം തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വയറിന് എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകളുണ്ട്, നമുക്ക് യൂഷ്വലി ദഹന സംബന്ധമായ പ്രശ്നങ്ങളാണ് ആയുർവേദത്തിൽ പല രോഗങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വേരോടുക്കനെ നമ്മൾ ആ ഒരു അസുഖത്തെ അവിടെ നിയന്ത്രിച്ച് കളയാന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ ശരിയാവേണ്ടത് നമ്മുടെ ദഹനമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുക്കിടിയൊക്കെ പണ്ട് ഉണ്ടാക്കി കഴിക്കുകയായിരുന്നു. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുളിയാറിൽ ഇട്ടിട്ടുള്ള മുക്കിടി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വളരെ സഹായകമാണ്. പക്ഷെ കഴിഞ്ഞതിൽ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വില്വാദി ഗുളിക ഇതേപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെമഡിയാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ചെറിയൊരു പനി, ജലദോഷം പോലുള്ള ലക്ഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് വില്വാദി ഗുളിക തുളസി നീരിനൊപ്പം ഉള്ളിലേക്കും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള നമ്മളൊരു എന്തായാലും ഒരു ഫോറിൻ ബോഡി എന്ന് പറയുന്ന ഒരു വിഷത്തിന് തുല്യമായിട്ടുള്ളൊരു വസ്തു തന്നെയാണ്. അപ്പൊ അത് നമുക്കൊരു ആ ഒരു തുടക്കത്തിൽ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് കൺട്രോൾ ആവുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെ നമുക്ക് വയറിളക്കം പോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നമുക്ക് തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് തേനിനൊപ്പം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് മാറ്റിയെടുക്കാനായി സാധിക്കും. അതല്ല ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഈ ഒരു വില്വാദി ഗുളിക ഇഞ്ചിനീരിനൊപ്പം ആണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് തന്നെ ആ ഛർദിയൊക്കെ അവിടെ കൺട്രോൾ ചെയ്യാം. അത് നമ്മൾ ജസ്റ്റ് ആ ഒരു ഛർദി അവിടെ സ്റ്റോപ്പ് ചെയ്യുക, ആന്റി എമറ്റിക്സ് പോലെ അല്ല ഈ മരുന്ന് അവിടെ ഫലിക്കുന്നത്. മറിച്ച് നമുക്ക് ആ ഒരു കാരണം, മിക്കവാറും ഈ ഒരു ഛർദി വോമിറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ദഹന സംബന്ധമായ എന്തോ ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദഹനം അവിടെ കൃത്യമാക്കുക, എന്നിട്ട് നമുക്ക് ഈ ഒരു ഛർദിയെ നിർത്തുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ നമ്മൾ ഇതാക്കി പോരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ മെഡിക്കൽ ഷോപ്പ് വീട്ടിൽ എന്ന് പറയുന്ന പോലെ തന്നെ ഏത് വീട്ടിൽ ചെന്നാലും അറിയാം ഡോളോ ഉണ്ടാവും, അല്ലെങ്കിൽ വയറിളക്കത്തിന്റെ ഛർദിയുടെ ഈ ഗുളികകളെല്ലാം, ഈ ടാബ്ലറ്റുകളെല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോഴേക്കും ഈ ഒരു മെഡിസിൻ എടുത്ത് കഴിക്കുന്ന രീതിയാണ്. പക്ഷെ ഇത് കൃത്യമായിട്ടൊരു ഡയഗ്നോസ് ചെയ്തിട്ടല്ല ഇതൊന്നും കഴിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് ഡോക്ടർ? അത് മറ്റുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പോകുന്നില്ല? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോളോ ഒക്കെ ഇല്ലാത്ത വീടുകളില്ല. അപ്പൊ നമ്മൾ ചെറിയൊരു പനിയുടെ തുടക്കം വരുമ്പോഴേക്കും എല്ലാവരും ആദ്യം പോയിട്ട് ഈ മരുന്നെടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മരുന്നിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഒരു ടെമ്പറേച്ചർ ഹൈക്ക് അവിടെ ഇല്ലാതെ ആക്കണു എന്നുള്ളതാണ്. മിക്ക ആളുകളും പനി മാറിയാലും സാറിലെ ഒരു 2-3 ദിവസം കൂടി കഴിച്ചേക്കാം, എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ പൊക്കോട്ടെ. അപ്പൊ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കാതെ ഒരിക്കലും ഒരു ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള അണുക്കളെ നശിപ്പിക്കുക എന്നുള്ളതല്ല പാരസെറ്റമോളിന്റെ ജോലി.
അത് നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ കൂടിയ ആ ഒരു ഹൈക്ക് നമ്മളവിടെ നോർമൽ ആക്കുന്നു. അത് മാത്രമാണ് അതിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാരില്ല, അതൊരു 3 ദിവസം കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള പനിയും കൂടി പൊക്കോട്ടെ എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഉള്ളിലുള്ള ലിവറും കൂടിയാണ് അതിന്റെ ഒപ്പം പോവാന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ബാക്കിൽ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രിക്കോഷണറി ഇതായിട്ട് എഴുതി വെക്കുന്നുണ്ട്. നമുക്ക് കണ്ടിന്യൂസ് യൂസേജ് ലിവർ ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. എന്നാലും നമുക്കത് കുഴപ്പമില്ല, നമ്മളത് സാരില്ല, ഉള്ളിലുള്ള പനിയില്ലേ അത് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ മിക്ക ആളുകൾ ഇതന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പനി ഒരു ലക്ഷണം മാത്രമാണ്. മറ്റെന്തോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എന്തോ വ്യത്യാസങ്ങൾ നമ്മൾ പുറത്തേക്ക് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് പനി എന്ന് പറയുന്നത്. പല അസുഖങ്ങളുടെയും ഒരു ലക്ഷണമാണ് പനി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഏതെങ്കിലുമൊക്കെ മരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെച്ച്, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലാണ് നമുക്ക് എന്ത് മരുന്നും പറഞ്ഞു വാങ്ങാൻ സാധിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഏത് കൺട്രീസിൽ പോയാലും നമുക്ക് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു മെഡിസിൻ നമുക്ക് ലഭിക്കില്ല. മാത്രമല്ല അതും ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ടൈം പീരീഡിനെ നമുക്ക് ലഭിക്കുള്ളൂ. മിക്ക സ്ഥലങ്ങളിലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈവൻ ആയുർവേദം ആണെങ്കിൽ പോലും നമ്മള് എല്ലാവരും ഒരു പ്രിസ്ക്രിപ്ഷൻ ഏതെങ്കിലും ഒരിക്കൽ അസുഖം വന്നിട്ടുണ്ടാവും, പിന്നെ അത് വർഷങ്ങളോളം നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു റീചെക്കപ്പ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, കാരണം ആ അപ്പോഴത്തെ ഒരു റിലീഫ് അത് മാത്രമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനെ ആ ഒരു വേരോടെ നമ്മൾ ആ ഒരു അസുഖത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് യൂഷ്വലി നമ്മൾ ആയുർവേദത്തിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ താൽക്കാലികം ലക്ഷണത്തെ ശമിപ്പിക്കുക, ആവശ്യം വരുമ്പോൾ മാത്രം മരുന്ന് കഴിക്കുക, ഈ ഒരു രീതിയിൽ മാറി നമ്മൾ എങ്ങനെ അസുഖങ്ങളെ വരാതിരിക്കാം, നമ്മൾ അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആയുർവേദത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാം, ആരോഗ്യം നിലനിർത്താം. ഇതല്ലേ നമുക്ക് വേണ്ടത്. അല്ലാതെ എന്നും അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കുക എന്നുള്ളത് പോവുകയാണെങ്കിൽ ഇതന്നെ ഒരു റൂട്ടീനായി മാറും. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈഫ് സ്പാൻ തന്നെ കുറഞ്ഞു തുടങ്ങി. നമ്മുടെ ആ ഒരു പണ്ടത്തെ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 60-70 വയസ്സ് വരെ ഒരു ആരോഗ്യ പ്രശ്നമില്ലാതെ മിക്ക ആളുകൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ചെറുപ്പം ആളുകൾക്കിടയിൽ പോലും പലതരത്തിലുള്ള അസുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. നമ്മൾ ഒന്നിനും ഒരു നിയന്ത്രണവും നമ്മൾ വെക്കുന്നില്ല. അതുപോലെ തന്നെ വ്യായാമം നമ്മുടെ ജീവിതത്തിൽ എവിടെയില്ല. പണ്ടുള്ളവർ വ്യായാമം ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ആരും വ്യായാമം അല്ല ചെയ്യുന്നത്. അവര് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നുണ്ടാവില്ല. അവർ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പൊ അവര് ചെയ്യുന്നതിന്റെ പകുതി പോലും നമ്മുടെ ആ ഒരു ഏജിലുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല. വ്യായാമം എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മള് ഇപ്പൊ നമ്മളൊരു ക്യാൻസർ റിസർച്ചിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളൊരു അറ്റൻഡ് ചെയ്തൊരു ഇതിൽ പറയുന്നത്, അവര് ഇപ്പൊ നമുക്ക് യൂഷ്വലി ഒരു ക്യാൻസർ രോഗി ആവുന്നതിന് 12 വർഷം മുമ്പേ ആ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ജനിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനത്രയും സമയമുണ്ട് ശരിക്കും നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ഒരു അസുഖം, ഒരു ക്യാൻസർ രോഗി എന്നുള്ള അവസ്ഥയിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു വ്യക്തിയെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ 12 എന്നുള്ളത് നമുക്ക് പിന്നെയും അവിടുന്ന് 18 വരെ ആക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. കാരണം അത്ര നമ്മുടെ സെൽസിനെ, നമ്മുടെ കോശങ്ങളെ എനർജറ്റിക് ആക്കുന്നതിനും അല്ലെങ്കിൽ അത്രയും ആന്റി ഓക്സിഡൻസ് കഴിക്കുന്ന നമ്മൾ സാധാരണ ഇപ്പൊ എല്ലാവരും അതിന്റെ പിന്നാലെയാണ്. യൗവനം നിലനിർത്തുന്നതിനായിട്ട് ആന്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ നമ്മളെ കുറെ വിറ്റാമിൻസ് കഴിക്കുക, ഇതൊക്കെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പകരം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്തിട്ട് നമ്മൾ വ്യായാമം ചെയ്ത് നോക്കി നോക്കും. നമുക്ക് തന്നെ അറിയാം നമ്മളതിന്റെ ഡിഫറൻസ്. നമ്മുടെ ഓരോ മസിൽസ് നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആവും. അതോടൊപ്പം തന്നെ ഓരോ കോശങ്ങളും വളരെ നമുക്ക് ആന്റി ഓക്സിഡൻസ് ചെല്ലുന്ന അതേ എഫക്റ്റിൽ തന്നെ നമ്മുടെ കോശങ്ങളെ യൗവനം നിലനിർത്താനായിട്ട് സഹായിക്കും. അപ്പം അങ്ങനെ പല കാര്യങ്ങളും. അതോടൊപ്പം തന്നെ ബേസിക്കലി നമ്മുടെ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മളെ വ്യായാമം വളരെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും മരുന്നുകൾ എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ആഹാരങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വിഹാരങ്ങൾ, ഇത് രണ്ടും കൃത്യമാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള രോഗത്തെയും നമുക്ക് നല്ല രീതിയിൽ നമുക്കതിനെ പ്രതിരോധിക്കാനായി സാധിക്കും എന്നുള്ളതാണ്. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടാണ് ഈ ഒരു മഴക്കാലത്ത് അസുഖങ്ങൾ വരാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കണം, അതുപോലെ തന്നെ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം? നമ്മൾ ഒഴിവാക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ മഴക്കാലത്ത് ഉണ്ടാവുന്ന ആ ഒരു ദോഷവ്യതിയാനങ്ങൾ മൂലം തന്നെ നമ്മൾ ഒരുപാട് തീക്ഷ്ണമായിട്ടുള്ള പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഉത്തമം. അതിൽ തന്നെ നമ്മൾ ഒരുപാട് എരിവും പുളിയൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ മസാലകൾ, പലതരത്തിലുള്ള നമ്മുടെ കറികളൊക്കെ വളരെ സ്പൈസി ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അപ്പം ഈ ഒരു രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ എണ്ണമയുള്ളത്, ഈ വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കി
നമ്മൾ ഇത് തന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് കറികളായി കഴിക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറില്ല യൂഷ്വലി. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കഴിഞ്ഞതിൽ പറയാൻ വിട്ടുപോയെന്നാണ് നമുക്ക് ഉണ്ടാവുന്ന UTI, യൂറിനറി ഇൻഫെക്ഷൻസ്. ഈ ഒരു സമയത്ത് യൂഷ്വലി എല്ലാവരും നമുക്ക് സമ്മർ സീസണിലാണ് കാണാറുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്തും ഒരുപാട് പേര് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മേ ബി അതിനൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ മഴക്കാലത്ത് വെള്ളം അധികം കുടിക്കരുത് എന്ന് എന്തോ ഒരു ഇത് മനസ്സിൽ കിടക്കുന്നുണ്ട് തോന്നുന്നു. എല്ലാവരും വെള്ളം കൂടി അങ്ങോട്ട് കുറയ്ക്കും. പിന്നെ ദാഹാധികം പിന്നെ നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ദാഹിച്ചാൽ മാത്രമാണ് എല്ലാവരും വെള്ളം കുടിക്കുന്നത്. നമ്മുടെ ഒരു മിനിമം ഇത്ര എങ്കിലും വെള്ളം കുടിക്കണം എന്നുള്ള ഒരു അളവ് ആരും കീപ്പ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഡീഹൈഡ്രേഷൻ. നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യത കൂടുന്നത് ഈ ഒരു സമയത്ത് കൂടുതലാണ്. ഇതൊക്കെ കൂടി കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഇടയ്ക്കിടെ അല്പാൽപമായി കുടിക്കുന്നതിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വാതജന്യമായ രോഗങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതലാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ള ആ ഒരു രീതിയിൽ ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താനായി നോക്കുക. അപ്പൊ വാദത്തിനെ കുറയ്ക്കുന്നതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അരി, ഗോതമ്പ്, മുതിര, അതുപോലെ തന്നെ ചെറുപയർ, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ബാർലി, നമ്മൾ നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് ബാർലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമ്മളത് സഹായിക്കുന്നതാണ്. ഇനി മറ്റൊന്നാണ് നമുക്ക് ചെറുപയർ സൂപ്പ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുപയർ സൂപ്പ് ഈ പറഞ്ഞ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ആഹാരമാണ്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിലുള്ള സൂപ്പ് പൊതുവെ ലഘുവാണ്, നമുക്ക് ദഹിക്കാൻ എളുപ്പമാണ്. എന്നാൽ അതിൽ ഒരുപാട് സ്പൈസസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യരുത്. നമുക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ദുപ്പ് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കുരുമുളകിന്റെ പൊടി അല്പം വിതരാണെന്നുണ്ടെങ്കിലും നല്ല കുഴപ്പമില്ല. പക്ഷെ ഒന്നും അധികമായിട്ട് നമുക്ക് സ്പൈസി ആയിട്ടുള്ള രീതിയിലല്ല അത് കഴിക്കേണ്ടത്. മെയിൻലി ഈ പറയുന്നതൊക്കെ വാദത്തിനെയും കൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മളെ ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെയാണ് നമ്മൾ എണ്ണ തേച്ചുള്ള ഒരു കുളി ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ യൂഷ്വലി നമ്മളെ ഈ ഒരു മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം ഒരു തണുപ്പ് കൂടി നിൽക്കുന്ന ഒരു ഇതാണ്. മാത്രമല്ല നമ്മുടെ ആ ഒരു ശരീരത്തിന്റെ ഒരു പ്രത്യേകതകൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്നതിനും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് കാണുന്നതിനൊക്കെ ഈ ഒരു എണ്ണ തേച്ചുള്ള കുളിയൊക്കെ വളരെ എഫക്റ്റീവാണ് ഈ ഒരു സമയത്ത്. മാത്രമല്ല നമുക്ക് ആ വാദസംബന്ധമായിട്ടുള്ള ചെറിയ വേദനകള്, പേശി വലിവ്, ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് എണ്ണ തേച്ചുള്ള കുളി നമുക്ക് സഹായിക്കും. അപ്പൊ ഇതിന് നമുക്ക് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എള്ളെണ്ണ നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ല ഏതെങ്കിലും രീതിയിലുള്ള നമുക്ക് അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിന് യോജിച്ച ഒരു രീതിയിലുള്ള തൈലങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എണ്ണ തേക്കുമ്പോൾ എപ്പോഴും നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലെടുത്ത് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇളം ചൂടുള്ള തൈലമാണ് നമ്മൾ ദേഹത്തൊട്ടാകെ ഒന്ന് പുരട്ടി കുളിക്കുക. എല്ലാവരും വേദന വരുമ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമാണ് തൈലം തേച്ച് കുളിക്കുന്നത്. അപ്പൊ അത് എളുപ്പപ്പണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ വാദം എന്ന് പറയുന്നത് ഒരു ഭാഗത്തല്ല. ഇപ്പൊ നമ്മുടെ എല്ലാ ജോയിന്റ്സിലും ഇപ്പൊ ഇവിടെയാണ് വേദന എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത ജോയിന്റിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇനി വരാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ളത് ചെയ്യുന്നത്. അപ്പൊ ദേഹം ഒട്ടാകെ ഒന്ന് പുരട്ടി തലോടി ഏകദേശം ഒരു 20-30 മിനിറ്റിനുള്ളിൽ നമുക്കത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയാന്നുള്ളതാണ്. അപ്പോൾ പരമാവധി ഈ തൈലൊക്കെ തേച്ച് കുളിക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് പഴുത്ത പ്ലാവില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പഴുത്ത പ്ലാവില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ ദേഹം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാദത്തിന്റെ ഒരു കോപമൊക്കെ നന്നായി കുറയ്ക്കുന്നതിനും ഈ ശരീരമാസകലം ഉണ്ടാകുന്ന വേദന, നമുക്ക് ജോയിന്റ്സിൽ ഉണ്ടാകുന്ന വേദന, ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കുന്നതിന് ഈ ഒരു പ്ലാവിലിട്ട് തിളപ്പിച്ച വെള്ളം വളരെ എഫക്റ്റീവാണ്. ഇനി അതല്ല നമുക്ക് ചെറിയ നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് നീര് വരാറുണ്ട്. ചിലർ എപ്പോഴും പറയും ഇന്ന് നീർക്കെട്ടാണ്, ദേഹമാസകലമായിട്ട് ഇവിടെയൊക്കെ നീര് വരികയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്ക് പുളിയിലിട്ട് തിളപ്പിച്ച വെള്ളം ഇതേ രീതിയിൽ തന്നെ. അപ്പൊ ഇത് തിളപ്പിക്കേണ്ട വിധം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം. ആവശ്യത്തിന് വെള്ളത്തിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയിലിട്ട് തിളപ്പിക്കുക. തലേ ദിവസമാണ് ഇത് തിളപ്പിച്ചിടുന്നത്. നമ്മൾ ഈ പ്രസവരക്ഷയിലൊക്കെ നമ്മൾ വേദുവെള്ളമൊക്കെ ഉണ്ടാക്കുന്നത് തലേ ദിവസമാണ് തിളപ്പിച്ചിടുക. അപ്പൊ അതേ രീതിയിൽ തന്നെ നമ്മൾ തലേ ദിവസം തിളപ്പിച്ചിട്ട് അടുത്ത ദിവസം ഇത് ആവശ്യത്തിന് ചൂടാക്കി അത് നീക്കി കളഞ്ഞതിന് ശേഷം സാധാരണ പോലെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് അവസാനം ഈ വെള്ളം ഒഴിക്കാൻ പാടില്ല.
കാരണം ഇത് മുഴുവൻ അത് ഒഴിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ മിക്ക ആളുകൾക്ക് ഇത്ര അധികം വെള്ളമൊന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ഇതിൽ പിന്നെ പച്ചവെള്ളം ചേർത്ത് നമ്മളത് മിക്സ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ആവശ്യത്തിന് ചൂടാക്കി ചൂടാക്കിയതിന് ശേഷം ദേഹത്താസകലം ഒഴിച്ച് നമ്മൾ ഇതാക്കുക. അപ്പൊ അത് നമുക്ക് അത് കഴിഞ്ഞ് എപ്പോഴും നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മലർന്ന് കിടക്കാനായിട്ട് പറയും. കാരണം മിക്ക ആളുകൾക്ക് ഇന്ന് നടുവേദന ഇല്ലാത്തവരില്ല. പ്രായഭേദമന്യേ ഇന്ന് നടുവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ അത്ര കോമൺ ആണ്. ഈ എണ്ണ തേച്ചുള്ള കുളിയൊക്കെ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ജോയിന്റ്സിൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡിന്റെ കുറവ്, നമുക്ക് സൈനോവിയൽ ഫ്ലൂയിഡ് പോലുള്ളതിനൊക്കെ കുറവ് വരാറുണ്ട്. അപ്പൊ ഇത് നോർമലൈസ് ചെയ്യാനൊക്കെ ഈ എണ്ണ തേച്ച് കുളി വളരെ എഫക്റ്റീവാണ്. അപ്പൊ ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 10 മിനിറ്റെങ്കിലും ഒന്ന് മലർന്ന് കിടക്കുന്നത് നമ്മുടെ ആ ഒരു സ്പൈനിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു നോക്കാവുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാനും സഹായകരമാണ് അല്ലെ? തീർച്ചയായിട്ടും. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യം കീപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കാലാവസ്ഥയിലുള്ള അസുഖങ്ങളെയും നമുക്ക് നമ്മുടെ ശരീരം തന്നെ ചേർത്തുകൊള്ളും. നമ്മൾ അതിനായിട്ട് പ്രത്യേകിച്ചൊരു മരുന്ന് കഴിക്കുക ഒന്നും വേണ്ട. ശരീരത്തിനെ ആ രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമ്മൾ അസുഖം വരട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അസുഖം വരുന്നുണ്ട് എന്ന് എവിടുന്നോ തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ അതിനുള്ള മുൻകരുതൽ എടുക്കുക. അതല്ലാതെ പേടിച്ചിരിക്കുക എന്നുള്ളതല്ല. വെറുതെ പേടിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട അല്പം കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന് അല്പം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ന് തുടങ്ങുന്നു അന്ന് മുതൽ നമുക്കത് പൂർണ്ണമായിട്ടും. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് പരിസര ശുചിത്വം. ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ മുഴുവൻ നമുക്ക് ആ ഒരു രീതിയിലാണ്. ഇപ്പൊ നമുക്ക് കൊതുകൊക്കെ കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വേപ്പെണ്ണ പുരട്ടിയിട്ട്, നമ്മൾ ഈ ചെളിയിലേക്കൊക്കെ ഇറക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ അല്പം കാലിൽ പുരട്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഫംഗൽ ബാധകൾ, വളങ്കടി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കൊതുക് കെട്ടിക്കിടക്കുന്ന ആ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഒന്നില്ലെങ്കിൽ വെളുത്തുള്ളി കഷായം എടുക്കാം, അല്ലെങ്കിൽ പുൽത്തൈലം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ നമുക്ക് വേപ്പില ഇതൊക്കെ നമുക്ക് കഷായം വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊതുകിന്റെ അടുത്ത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കുന്നതിന് സഹായകരമാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റോടും പുകയ്ക്കാനായിട്ട് അപരാജിത ധൂപചൂർണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ വേപ്പില, ഉണങ്ങിയ വേപ്പിലയും കടുക്, ശീമക്കൊന്നയുടെ ഇല ഇതൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു പുക നമുക്ക് ചുറ്റോറും പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ഇതൊക്കെ നമുക്ക് പരിസരവും ഇതേപോലെ തന്നെ ശുചിത്വമാക്കുകയും ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഏത് വിധേനയും, ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, അതോടൊപ്പം നമ്മുടെ ആരോഗ്യം നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള രോഗത്തിനെയും നമുക്ക് പൂർണ്ണമായിട്ടും ചെറുക്കാനായി സാധിക്കും. ഓക്കെ ഡോക്ടറെ, നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്ന് ആരോഗ്യ രംഗം ചർച്ച ചെയ്തത് ഒരുപാട് മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന, പകർച്ചവ്യാധികൾ പെരുകുന്ന ഒരു സമയം കൂടിയാണ്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടാവുക, കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് പകർച്ചവ്യാധികളെ തടയിടാനായിട്ട് ഡോക്ടർ നമുക്ക് നിർദ്ദേശിച്ചത്. എന്തായാലും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.